എന്നാലും ആരാധകർ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എങ്ങനെയാവും മത്സരഫലം എന്നതൊക്കെ സംബന്ധിച്ച്. ഇവിടെ ശ്രീകുമാരൻ നായർ നേരത്തെ പറഞ്ഞു വെച്ച് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു ടോട്ടൽ എങ്ങനെയാവാനാണ് സാധ്യത? ഒന്ന്, ടോസ് നിർണായകമാകുമോ? ആണ് എങ്കിൽ തന്നെ ബാറ്റിംഗ് പിച്ച് ആണല്ലോ ഇത്. ഇന്ത്യ ടോസ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ആണെങ്കിൽ തന്നെ ഈ ബിഗ് 3 എഫക്റ്റ് ഉണ്ടല്ലോ ഇന്ത്യയെ സംബന്ധിച്ച്. ശിഖർ ധവാൻ, രോഹിത് ശർമ്മ, പിന്നീട് വിരാട് കോഹ്ലി. ഇവരുടെ ഒരു സംഭാവന എങ്ങനെയാവും? ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ എന്താവും ഒരു സാധ്യത? നമ്മൾ ആദ്യം തൊട്ട് തന്നെ വരും അരുൺ. ആദ്യം ടോസ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുഴുവൻ നോക്കിയാൽ നമുക്ക് ടോസ് ഒരു നിർണായക ഘടകമായിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ പെർഫോമൻസ് ആണ് നിർണായകമായി തോന്നിയിട്ടുള്ളത് പലയിടത്തും. ഇപ്പോൾ ടോസ് വിൻ ചെയ്യുന്ന ടീം എല്ലാം തന്നെ ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്, ഇപ്പോൾ ഇംഗ്ലണ്ട് കണ്ടീഷൻ വെച്ചിട്ട് മഴ എപ്പോൾ വേണമെങ്കിലും വരാം. പൊതുവേ മേഘാവൃതമായിരിക്കും കാലാവസ്ഥ മുഴുവൻ. ഇന്നൊരു പക്ഷേ മഴയുടെ പ്രഡിക്ഷൻ ഇല്ലെങ്കിൽ പോലും മേഘാവൃതമായിരിക്കും എന്ന് തീർച്ചയായും പറയുന്നുണ്ട്. അപ്പോൾ പിച്ചിൻ്റെ ഫ്രഷ്നെസ് യൂസ് ചെയ്യാനായിരിക്കും എല്ലാ ക്യാപ്റ്റന്മാരും ആദ്യം ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ടോസ് വിൻ ചെയ്യുന്ന ക്യാപ്റ്റൻ ആ പിച്ചിൻ്റെ ഫ്രഷ്നെസ് ആസ്വദിക്കാൻ വേണ്ടി ബൗളിംഗ് തിരഞ്ഞെടുക്കും. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ ഒപ്പം തന്നെ പാകിസ്ഥാനും അതേ ഘടകം തന്നെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭുവനേശ്വർ കുമാർ വളരെ നന്നായിട്ട് സ്വിങ് ചെയ്യുന്ന ഒരു ബോളറാണ്. രണ്ട് വശത്തേക്കും പന്ത് സ്വിങ് ചെയ്യിക്കാൻ കഴിവുള്ള ബോളറാണ് ഭുവനേശ്വർ കുമാർ. ഒരുപക്ഷെ അശ്വിൻ പരിക്ക് മൂലം പുറത്തിരിക്കുകയാണെങ്കിൽ മറുഭാഗത്തെത്തുന്നത് ഉമേഷ് യാദവ് ആയിരിക്കും. അദ്ദേഹത്തിന് പിന്നെ മാറ്റം ആയിട്ട് ടീമിലെത്തുക. പാകിസ്ഥാനുമായി കഴിഞ്ഞ മത്സരം അദ്ദേഹം വളരെ നന്നായി ബോൾ ചെയ്ത് 3 വിക്കറ്റ് സ്വന്തമാക്കിയ ആളാണ് ഉമേഷ് യാദവ്. അദ്ദേഹം മറ്റൊരു ടൈപ്പ് ബോളറാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി സ്പീഡിലും കുറച്ചുകൂടി കൺട്രോളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ഇപ്പോൾ വളരെയധികം ഉന്നതിയിലേക്ക് ഉയർന്ന ഒരു ബോളറാണ് ഉമേഷ് യാദവ്. പിന്നെന്നുള്ളത് ദ അൺപ്രഡിക്റ്റബിൾ ബുംറ. അത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ഒരിക്കലും ഒരു ബാറ്റ്സ്മാനും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആക്ഷനും, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാനിലെ പല ആൾക്കാരും ഒരുപക്ഷെ ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിട്ടത് കഴിഞ്ഞ മത്സരത്തിലായിരിക്കും. അങ്ങനെയുള്ള ഡെത്ത് ഓവേഴ്സിൽ ഏറ്റവും നന്നായി ബോൾ ചെയ്യാൻ കഴിവുള്ള ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ. നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി ബൗളിംഗ് പരിശോധിച്ചാൽ ഏറ്റവും നന്നായിട്ട് ഇന്ത്യൻ നിരയിൽ ബൗൾ ചെയ്തിട്ടുള്ള 2 ബൗളേഴ്സ് ജസ്പ്രീത് ബുംറയും ഒപ്പം ഭുവനേശ്വർ കുമാറുമാണ്. IPL അദ്ദേഹം നിർത്തിവെച്ച അതേ സ്ഥാനത്തു നിന്നാണ് തിരിച്ച് ഈ ഏകദിന മത്സരത്തിലേക്ക് വന്നപ്പോഴും ഭുവനേശ്വർ കുമാർ തുടങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിലും ആദ്യത്തെ 2 വിക്കറ്റുകൾ അദ്ദേഹം വളരെ പെട്ടെന്ന് സ്വന്തമാക്കിയിരുന്നു. അങ്ങനെയുള്ള ഭുവനേശ്വർ കുമാറിന് അവസരം തുറന്നു കൊടുക്കാനായിരിക്കും ക്യാപ്റ്റൻ ടോസ് വിൻ ചെയ്താൽ തീരുമാനിക്കുക. ഇനി അരുൺ ചോദിച്ച മറ്റൊരു ചോദ്യം ബാറ്റിംഗ് നിരയെ പറ്റിയാണ്. ഒരുപക്ഷെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ തീർച്ചയായും 300-ന് അപ്പുറത്തേക്കൊരു സ്കോർ ഇല്ലെങ്കിൽ പ്രഷർ ഇന്ത്യക്ക് മേലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിനേക്കാൾ കൂടുതൽ ബൗളിങ്ങിലേക്ക് പോയി ഒരു സേഫ് സൈഡിലേക്ക് പോകാനായിരിക്കും ഏതൊരു ക്യാപ്റ്റനും തീരുമാനിക്കുക. അതുതന്നെയായിരിക്കും വിരാട് കോഹ്ലിയും ഇന്ന് തീരുമാനിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബാറ്റിങ്ങിൽ അഥവാ തുടങ്ങിയാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്പണേഴ്സും മികച്ച ഫോമിലാണ്. ഒപ്പം കടന്നു വരുന്ന വിരാട് കോഹ്ലി, ധോണി, യുവരാജ് സിംഗ്, കേദാർ ജാദവ് ഉൾപ്പെടുന്ന ടീമുകൾ ഒരു പ്രാവശ്യം പോലും മുഴുവൻ ആൾക്കാരും പുറത്തായിട്ട് ഇല്ലാത്തൊരു ടൂർണമെൻ്റാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ബാറ്റിങ്ങിലും കരുത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ബൗളിങ്ങിനേക്കാൾ കരുത്ത് ബാറ്റിങ്ങിലാണെന്ന് പറയേണ്ടി വരും. സുദേശ് കൂടി ചേരുന്നുണ്ട് ന്യൂസ് റൂമിൽ നിന്ന്. സുദേശ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധ്യത പൊതുവിൽ കാണുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസാരക്കാരായ 2 ടീമുകളല്ല ഇരുഭാഗത്തും ഉള്ളത്. ഒന്ന്, കാലാവസ്ഥ ഒരു വലിയ ഘടകം തന്നെയാണ് ഇതിനെ സംബന്ധിച്ച്. അങ്ങനെയാണ് എങ്കിൽ കൂടി ടോസിൻ്റെ സാധ്യത, ബാറ്റിംഗ്, ഒരു ഗ്രാൻഡ് ടോട്ടൽ അടക്കം എങ്ങനെയാണ് മൊത്തത്തിൽ കാണാനാവുക? തീർച്ചയായും നമുക്കറിയാം, വളരെ പ്രത്യേകതയുള്ള ഒരു മത്സരമാണ് ഏതൊരു ടൂർണമെൻറ്റിലും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നത് ഒരുപാട് ഒരു വികാരപരമായ ഒരു വശം കൂടെ ഉള്ള ഒരു മത്സരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശകലനങ്ങളും ഇതേക്കുറിച്ച് നടക്കുന്നു എന്നറിയാം. നമ്മൾ ഈ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് സ്വാഭാവികമായും എല്ലാവർക്കും അറിയുന്നൊരു വസ്തുത തന്നെയാണ്. മികച്ച ഫോമിൽ കളിക്കുന്ന നല്ല സെറ്റായ ഒരു കൂട്ടം കളിക്കാരാണ് ഇന്ത്യക്കുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ യുവാക്കൾ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും നല്ല മികവ് പുലർത്തുന്നു. നമ്മുടെ ഒരു സച്ചിൻ യുഗത്തിന് ശേഷം, അല്ലെങ്കിൽ സച്ചിൻ ദ്രാവിഡ് ഗാംഗുലി ആ യുഗത്തിന് ശേഷം നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫോമിൽ കളിക്കാൻ നമുക്ക് സാധിക്കുന്നു. ടെസ്റ്റിലായാലും ഏകദിനത്തിലായാലും T20-യിലായാലും
നന്നായി കളിക്കാൻ സാധിക്കുന്നു. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ എത്തുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. ഇംഗ്ലണ്ടിനെയായിരുന്നു മറുസ്ഥാനത്ത് കണ്ടിരുന്നത്. എന്നാൽ ആ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച്, വളരെ ആധികാരികമായി തന്നെ ആ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ എക്കാലത്തെയും പോലെ തന്നെ അല്പം തപ്പിത്തടഞ്ഞാണെങ്കിലും പിന്നീട് തികച്ചും പല മത്സരങ്ങളിലും വളരെ വലിയ മാറ്റങ്ങൾ വരുന്നു. തീർച്ചും നേരത്തെ കാണാത്ത രീതിയിൽ തന്നെ ഒരു പ്രത്യേക മികവ് കാണിക്കുന്ന ഒരു ടീം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കുറച്ച് കാണാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഫൈനൽ പോലുള്ള മത്സരങ്ങളിൽ എന്നും വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി നേരിടാമെന്നല്ലാതെ നമുക്ക് ഇന്ത്യക്ക് ഒരു ജയം എന്നുള്ളത് സ്വാഭാവികമായും നമുക്കറിയാം. ക്രിക്കറ്റിൽ അത്തരമൊരു പ്രവചനം വളരെ നമുക്ക് ഒരു അസാധാരണമാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ബാറ്റിങ്ങിൽ നമ്മുടെ ടോപ്പ് ഓർഡർ ഫോമിലെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലുടനീളം ഫോമിലായിരുന്നു എന്നുള്ളത് ഇന്ത്യക്ക് നിർണായകമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വലിയ സ്കോർ പടുത്തുയർത്താൻ സാധിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ തോറ്റ മത്സരത്തിൽ പോലും നമുക്ക് 300-ലധികം സ്കോർ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ടോപ്പ് ഓർഡറിൻ്റെ ഫോം ഇന്നും നിർണായകമായിരിക്കും. ഒപ്പം ആ ടോപ്പ് ഓർഡർ നന്നായി കളിക്കുന്നതുകൊണ്ട്, ശിഖർ ധവാനും രോഹിത് ശർമ്മയും കോഹ്ലിയും അടങ്ങുന്ന ആ മുൻനിര നന്നായി കളിക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ധോണിയെയും യുവരാജിനെയും പോലുള്ളവർക്ക് വളരെ ഈസിയായി റൺ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ 300-നപ്പുറമുള്ള ഒരു സ്കോർ ഇന്ത്യക്ക് എപ്പോഴും സാധിക്കുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ സ്വാഭാവികമായും ടോസ് നേടിയാൽ ഇന്ത്യക്ക് ടോസ് കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാനെ ബാറ്റിങ്ങിന് അയക്കുകയായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ഇത്രയും നല്ല ശക്തമായൊരു നിരയായതുകൊണ്ട് തന്നെ നമുക്ക് ചേസ് ചെയ്യുകയായിരിക്കും നല്ലത്. ഒപ്പം നമ്മുടെ ബൗളിങ്ങിനെ കുറിച്ചും പറയണം. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ നമുക്കറിയാം. സ്വിംഗ് ബൗളർമാരെ നന്നായി തുണയ്ക്കുന്നതാണ്. ആ സ്വിംഗ് ബൗളിങ്ങിനെ വളരെ നന്നായി ഉപയോഗിക്കാൻ ഭുവനേഷ് കുമാറിനും ഒപ്പം ബുംറയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ബൗളിങ്ങിൽ നമുക്ക് വലിയ തലവേദനകളില്ല. ഉമേഷ് യാദവിന് പകരം ഒരു സ്പിന്നറുടെ അഭാവം എന്ന് കണ്ട ഘട്ടത്തിലാണ് അശ്വിൻ വരുന്നത്. അശ്വിനും ഭേദപ്പെട്ട രീതിയിൽ പന്തെറിയുന്നു. എന്നാൽ സ്പിന്നർമാരെക്കാൾ കൂടുതൽ ഇവിടെ വേണ്ടത് നമുക്ക് നല്ല മീഡിയം പേസർമാർ, സ്വിംഗ് ബൗളർമാരെയാണ് വേണ്ടത്. മധ്യ ഓവറുകളിൽ ഒരു നിമിഷം മണിക്കുട്ടൻ ടെലിഫോൺ ലൈനിലുണ്ട്. മണിക്കുട്ടൻ, എങ്ങനെയാണ് കാണുന്നത് മത്സരത്തെ? എല്ലാ ഇന്ത്യക്കാർക്കും ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ആവേശമാണല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വികാരമാകുന്നു. അപ്പോൾ അതുപോലെ അതിനെ നോക്കി കാണുന്നു. പൊതുവിൽ ഒരു ഇരു ടീമുകളുടെയും സാധ്യതയൊക്കെ എങ്ങനെയാണ് പൊതുവിൽ കണക്കാക്കുന്നത്? കാരണം ബൗളേഴ്സും ബാറ്റിംഗ് നിരയും തുല്യത പാലിക്കുന്ന കരുത്തുറ്റ ടീമാണ് രണ്ട് ടീമും. മറ്റ് ടീമുകളെ പോലെയല്ല ആ നിലയിൽ കൂടി. ഇല്ല, എല്ലാ ടീമുകളും കരുത്തുറ്റ ടീമുകളായിരുന്നു. പിന്നെ ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് ഇസ് എ ഡേ എന്നാണ് ക്രിക്കറ്റിനെ കുറിച്ച് അറിയാന്നുള്ളൊരു ആ സമയത്ത് പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയോട് തോറ്റു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള മാച്ചസ് എല്ലാം വളരെ ശക്തമായിട്ടാണ് അവർ കളിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എല്ലാം ഇപ്പം ശ്രീലങ്ക ആയിട്ടുള്ള മാച്ച് നമ്മൾ വളരെ ശ്രീലങ്ക എല്ലാവരും കുറച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം നമുക്ക് അനുകൂലമായിരുന്നു. നന്നായി കളിച്ചു, നല്ല സ്കോർ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ദിവസം നമുക്ക് അനുകൂലമായിരുന്നില്ല. അവർ മാത്രമല്ല അവരുടെ ബാറ്റ്സ്മാൻമാർ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുമ്പോൾ രണ്ട് സൈഡും എനിക്ക് ബാറ്റിംഗ് ഓർഡറിൽ നമ്മുടെ ടീമാണ് കുറച്ചും കൂടെ സ്ട്രോങ്. ബോളിങ്ങിൽ മോശമല്ല, പക്ഷെ അവർ കുറച്ചും കൂടെ ബോളിങ്ങിൽ സ്ട്രോങ് ആണ്. അപ്പം തുല്യത ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യക്ക് കുറച്ച് മുൻഗണനയുണ്ട്. അത് എത്രത്തോളം അവർ അന്നത്തെ ഈ ദിവസം എത്രത്തോളം അവർക്ക് അനുകൂലമാകുമെന്നുള്ള ഒരു ഇതുണ്ട്. അതിന് നമ്മളെല്ലാ ഇന്ത്യക്കാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അവരെല്ലാം നന്നായിട്ട് കളിക്കാൻ കഴിയും. ഈ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു ടീമല്ല ഫൈനലിലേക്ക് എത്തിയപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നിലവിൽ കാണുന്നത്. തികച്ചും സെറ്റായ ഒരു ടീമാണ്. കോഹ്ലി തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഭയക്കേണ്ടതുണ്ടോ ഇന്ത്യ പാകിസ്ഥാനെ? അല്ലെ, തീർച്ചയായിട്ടും ഇന്ത്യ അത് പാകിസ്ഥാനല്ലേ ഏത് ടീമായാലും ആ ഒരു ഇതോടുകൂടി തന്നെ കളിക്കണം. നമ്മളൊരു വളരെ ഈസിയായി കളിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഈസിനെസ് തോന്നിയെന്നാണ് ശ്രീലങ്ക മാച്ചിന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ഏത് ടീമായാലും നമ്മളത് ഈസി ആകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ആകുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും നോക്കി കാണുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇപ്പൊ സ്പോർട്സ് നമ്മുടെ ഒരു വികാരമാണ്. അതിലുപരി ഈ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള ടീമുകളെ പോലെ എപ്പോഴും നമുക്ക് മാച്ച് കളിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനും, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ അഭിമാനമായി മാറാൻ എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനും ഉണ്ടാവണം. ഇനി ബോളിംഗ് നിര വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബാറ്റിംഗ് നിര ഇപ്പൊ നമ്മള് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ ആരും തന്നെ കഴിഞ്ഞ കളികളിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം അതിനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടില്ല. അതിനുള്ള ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അപ്പൊ
എല്ലാ രീതിയിലും ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായാലും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരായാലും എല്ലാവരും ശക്തരാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ഒരു പേടി വരേണ്ട ആവശ്യമില്ല. ബോളിംഗ് നിരയും നല്ല ശക്തമാണ്. എന്നിരുന്നാൽ തന്നെ പാകിസ്ഥാൻ ടീമിനെ മോശമായി നമ്മൾ കാണുന്നില്ല. അവരിപ്പോ ഈ ക്യാപ്റ്റൻസിയുടെ കീഴിൽ നല്ലൊരു ടീം സെറ്റായി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കളി റൺഔട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു, അതും നമുക്ക് ഗുണകരമായി. ഇന്ന് ടോസ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ തിരഞ്ഞെടുക്കേണ്ടത്? അയ്യോ, അത്ര വിഷയങ്ങളുമായിട്ട് അനലൈസ് അല്ല, ഒരു പ്ലെയർ ആയതുകൊണ്ട് കൂടിയാണ് ചോദിച്ചത്. ഇല്ല, ഇത് പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ CCL എന്ന് പറയുമ്പോഴത്തേനും ഒരിക്കലും അങ്ങനെ ഒരു സീരിയസ് മാറ്റേഴ്സ് അല്ലല്ലോ നമ്മൾ നടക്കുന്നത്. ആരാധകൻ എന്ന നിലയിൽ നമുക്ക് എന്തും ചിന്തിക്കാമല്ലോ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഈ പറയുന്ന കളിയുടെ ആവേശം ചോർന്നു. കാരണം കഴിഞ്ഞ മാച്ച് ഒരു 1 സൈഡ് മാച്ചുകൾ നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ആവേശം ചോർന്നു പോകാത്ത രീതിയിൽ ഒരു മാച്ച് കാണാൻ സാധിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് ബാക്കിയെല്ലാം ഡ്രീം ഫൈനലിലേക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. ദേവദാസ് കണ്ണൂർ സ്റ്റുഡിയോയിൽ ഒരിക്കൽ കൂടി ചേരുന്നു. ദേവദാസ്, എങ്ങനെയാണ് ഒരു സ്കോറിംഗിന്റെ വേഗത ഒക്കെ പൊതുവിൽ കാണുന്നത്? ഇതുവരെയുള്ള ഒരു ചരിത്രം, ഈ 4 മത്സരങ്ങളിൽ നിന്ന് 1098 റൺസാണ് എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ. അതിൽ 91.5 റൺ ശരാശരി ഇന്ത്യക്ക് ഇതുവരെയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആശങ്കയ്ക്കുള്ള വകയില്ല. പക്ഷേ ക്രിക്കറ്റാണ്, എന്തും ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളതും പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബിഗ് ഹിറ്റേഴ്സ് ഉണ്ടല്ലോ, ആദ്യത്തെ 3 പേർ, ധവാനും രോഹിത് ശർമ്മയും കോഹ്ലിയും അടങ്ങുന്നവർ. അതിനുശേഷം മിഡിൽ ഓർഡേഴ്സിലേക്ക് വന്നാൽ അവർക്കൊരു പണിയും ഇതുവരെ കാര്യമായി എടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എങ്ങനെയാകും ഇന്ന് എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? അരുൺ, അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് പഴയ ഇംഗ്ലീഷ് കണ്ടീഷനിലായെങ്കിൽ 250 റൺ എടുത്താലും ജയിക്കാമെന്നുണ്ടാവും. ഈ സുധീഷ് പറഞ്ഞ സ്വിങ്ങിങ് കണ്ടീഷൻ. പക്ഷേ ഇപ്പം അതല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ആവറേജ് നോക്കൂ, 300-ൽ പരം റൺസ് 6 പേരെടുത്തു. മറ്റേ 4 ഇന്നിങ്സ് 270-ന്റെ മുകളിൽ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബാറ്റിംഗ് വിക്കറ്റാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 320 റൺസെങ്കിലും ഉണ്ടെങ്കിൽ സേഫ് സ്കോർ ആവുള്ളൂ. അതുകൊണ്ട് ടോസ് കിട്ടിയാൽ ഇന്ത്യ ചേസ് ചെയ്തിട്ടാണ് ജയിക്കുന്ന കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇന്ത്യ ചേസ് ചെയ്യാനേ നിൽക്കുള്ളൂ. പക്ഷെ പാകിസ്ഥാൻ ഇന്ന് ചേസ് ചെയ്യാൻ നിന്നാൽ ആദ്യത്തെ ബർമിംഗ്ഹാം പോലെ 164 പ്രഷർ കൊണ്ട് വീണു പോകും. അതുകൊണ്ട് പാകിസ്ഥാനെ ഏറ്റവും നല്ലത് ഒരു പ്രഷറും ഇല്ലാണ്ട് ടോസ് നേടിയാൽ ബാറ്റ് ചെയ്യുക. ഈ ഫക്കത്ത് സമൻ എന്നല്ല ഇൻസമാമെന്നല്ല പോലത്തെ അടിയ അവരെയെല്ലാം കൊണ്ട് അറ്റാക്കിങ്. അവർക്ക് ഒരു പ്രഷർ വന്നാൽ ഓരെല്ലാം പാക്ക് ഓഫ് കാർഡ്സ് പോലെ വീണു പോകും. അതുകൊണ്ട് പിന്നെ ഈ മിഡിൽ ഓവേഴ്സ്, പിന്നെ അരുണ് നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പവർ ഷിഫ്റ്റ് ഉണ്ട്, അതൊന്ന് കാണണം. ഈ കളീൻ്റെ കുറച്ച് കാണണം. 96-ൽ കലുബെദറിനി ജയസൂര്യയാണ് 15 ഓവേഴ്സിൽ അടിച്ച് തകർത്ത് 100 റൺസ് പരമെടുത്ത്, പിന്നെ മിഡിൽ ഓവേഴ്സ് സിംഗിൾസും ഡബിൾസും എടുത്ത്, പിന്നെ ലാസ്റ്റ് 10 ഓവേഴ്സ് അടിയേനു ഒരു ശൈലി. പക്ഷേ ഇപ്പോഴത്തെ ശൈലി എന്തെന്നാന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ശൈലിയാണ്. ആദ്യത്തെ ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാണ്ട് ഒരു 50-60 റൺസ് എടുക്കുക, മിഡിൽ ഓവേഴ്സ് ഇങ്ങനെ കളിക്കുക, ലാസ്റ്റ് 20 ഓവറിൽ 200-ൽ പരം റൺസ് എടുക്കാനുള്ള തിയറിയിലേക്ക് പോയി. അത് നമ്മൾ IPL കൊണ്ട് അത് വന്നത്, ചുറ്റുമുള്ള T20s വേൾഡ് ഓവറിലെ സ്വാധീനം കൊണ്ട്. അപ്പോൾ വിക്കറ്റ് മാക്സിമം വെച്ചിട്ട് ലാസ്റ്റ് 20 ഓവേഴ്സിൽ ഇപ്പോൾ ഒരു 210-220 റൺസ് എടുക്കാൻ കേപ്പബിളാണ് എല്ലാ ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സും, പർട്ടിക്കുലർലി ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഓൺ ബാറ്റിംഗ് വിക്കറ്റ്സ്. അപ്പം പക്ഷേ എന്തുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ 300 എടുത്താൽ പാകിസ്ഥാൻ്റെ ബോളേഴ്സിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ മുഹമ്മദ് അമീറും ജുനൈദ് ഖാനും എന്ന് പറഞ്ഞാൽ ക്രോസ് സീംസ് ഉണ്ട്. ക്രോസ് സീം എന്ന് പറയും. അപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ആംഗിൾ ആയതുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ അതൊരു ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഈ ക്രോസ് സീം പിടിച്ചിട്ട് അവർ ഈ സ്ലോവർ ബോളും റിവേഴ്സ് സ്വിങ്ങും അവർ മാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ പ്രഷർ വന്നു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വൺസ് ബാറ്റ് ചെയ്ത് പാകിസ്ഥാൻ 300+ എടുത്തെങ്കിൽ ഇന്ത്യ ടാക്ടിക്സ് മാറ്റണം. എന്താ പറയുക, ആദ്യത്തെ മറ്റേ ഈ 10 ഓവറിൽ 48 പോലെ എടുത്താൽ പോരാ, 80-ലേക്ക് പോകണം. എന്നാലേ നമുക്ക് മിഡിൽ ഓവേഴ്സിൽ പ്രഷർ ഇല്ലാണ്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ ഇന്ത്യ ഈസ് കേപ്പബിൾ. പേടിക്കേണ്ടത് എന്താ പറയുക, കോഹ്ലി, യുവരാജ്, ആ നാറ്റ്വെസ്റ്റ് ട്രോഫിയിലുള്ള ഫൈനലിലെല്ലാം ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട് യുവരാജിന്. അതുകൊണ്ട് ധോണി അത്ര ഫോമില്ല. അപ്പോൾ ഓരെല്ലാം ഒരു മാർക്ക് നേടാൻ പറ്റില്ല. വേൾഡ് സ്റ്റേജിൽ ആദ്യമായിട്ടാണ് 50 ഓവേഴ്സിൽ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ ഈ ഏഷ്യ കപ്പിലെല്ലാം കളിച്ചു, പക്ഷേ വേൾഡ് സ്റ്റേജിൽ 50 ഓവേഴ്സിൽ ഒരു ഫൈനലിൽ, ഡ്രീം ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഈ മേജർ രവി പറഞ്ഞതിലും തെറ്റുണ്ട്. എന്താ പറയുക, ഈ നമ്മളങ്ങ് കളിച്ചുകൂടെ, അതിൽ ഡിപ്ലോമസി, അത് സെൻട്രൽ ഗവൺമെൻറ്. എന്നാൽ ഈ കളിച്ചുകൂടെ എന്ന് പറയുമ്പോൾ തന്നെയാണ് BCCI പോയിട്ട് ചർച്ച നടത്തുന്നു പാകിസ്ഥാനായിട്ട് കളിക്കാൻ. അപ്പോൾ ഓരല്ലേ രാജ്യദ്രോഹികൾ, കോടിയേരിനെ പിടിച്ച് രാജ്യദ്രോഹി എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അതൊന്നും അല്ല കാര്യം. അതെന്ന് പറഞ്ഞാൽ ഫിക്സിങ് കേസ് ഉണ്ട്.
അവിടെ ടെറർ അറ്റാക്ക് നടത്തിന് 2009 ശ്രീലങ്കൻ പ്ലേയേഴ്സിൻ്റെ എതിരെ ടെറർ വെടിവെച്ച്. അതുകൊണ്ട് കളിയില്ല അവിടെ. അപ്പോൾ ദുബായിലാണ് ഇവരുടെ ഹോം മാച്ച് പാകിസ്ഥാൻ്റെ. പാകിസ്ഥാൻ അവിടെ നിന്നാണ് വന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കുക. ഒരു ക്രിക്കറ്റിൻ്റെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുന്ന ഒരു ടീമാണ്, അൺപ്രെഡിക്റ്റബിൾ ടീമാണ്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാകിസ്ഥാൻ ഈസ് ഗോയിങ് ടു ബാറ്റ്. അവർ ഫസ്റ്റ് 300 എടുത്താൽ ഇന്ത്യ വിൽ ബി ഇൻ ട്രബിൾ. ഇന്ത്യ നല്ലോണം ആ ഒരു ടാക്ടിക്സ് മാറ്റിയില്ലെങ്കിൽ. പക്ഷേ മിഡിൽ ഓവേഴ്സിൽ ഞങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ഹർദിക് പാണ്ഡ്യ, കേദർ ജാദവ് ഒരു എക്സ്പ്ലോസീവായിട്ട് കളിക്കാൻ പറ്റുന്ന. അപ്പോൾ അവർ ഒരു അടി ഒരു എനാൻസ് ചെയ്താൽ ഞങ്ങൾ വിചാരിക്കുന്ന 320 350 ആക്കാനും പറ്റും അവരെ ആ എക്സ്പ്ലോസീവ് സെറ്റപ്പിൽ. ഒന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അശ്വിൻ എന്ന ബോളറോ സ്പിന്നറോ ഒന്നുമല്ല. ഗെയിം ഇന്ന് സിറ്റുവേഷൻ കളിക്കുന്ന പോലെയാണ്. ഹൂ ബെറ്റർ ഫീൽ വെൽ. എന്താ പറയുക, ഫൈനലിൽ മൊഹാലിയിൽ സെമിയിൽ ഞങ്ങൾ 7 ക്യാച്ചാണ് പാകിസ്ഥാൻ വിട്ടെ. സച്ചിൻ തെണ്ടുൽക്കർ 4 പ്രാവശ്യം വിട്ടെ 2011 സെമി ഫൈനലിൽ. അതുകൊണ്ട് ഇന്ന് കണ്ടില്ലേ സർഫറാസിന് ഈസി ക്യാച്ച് ഡോളി ഡ്രോപ്സ് മലിംഗൻ്റെ ബോളിന് വിട്ടിട്ടല്ലേ പാകിസ്ഥാൻ ജയിച്ചത്. അതുകൊണ്ട് ഇന്ന് ആരാണ് ഹൂ ബെറ്റർ ഫീൽസ് വെൽ, അതാണ്. മറ്റേതെല്ലാം എല്ലാവരും ഈക്വലാണ്. അതിലുള്ള എക്സ്പ്ലോസീവ് ടാലൻസ് ഫക്കസ് സമൻ എന്ന് പറയുന്ന ഒരുത്ത മാത്രം അൺപ്രഡിക്റ്റബിളാണ്. എന്ന് പറഞ്ഞാൽ ഈ സലീം കുമാറിലെ ആ CID മൂസയിൽ പ്ലെയിൻ എടുത്ത് പോകുന്ന പോലെയാണ്. അടിച്ചാൽ പിന്നെ തീർന്നു പോകും. അല്ലെങ്കിൽ പ്ലെയിൻ എടുത്തിട്ട് അടിച്ചിട്ട് 0-ന് പാക്ക് ഓഫ് കാർഡ്സ് പോലെ വീഴും. പാകിസ്ഥാൻ ഒന്നും പറയില്ല. ബട്ട് അൺപ്രഡിക്റ്റബിൾ, ഈ കാറ്റ് ഇൻ എ ക്ലോസ് ഡോസ് പോലത്തെ ഡേഞ്ചറസ് ടീമാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഹാസ് ടു വാച്ച് ഔട്ട്. ഇന്ത്യ ഗെയിം പ്ലാൻ കൃത്യമായിരിക്കണം. ഗെയിം സിറ്റുവേഷൻ അല്ലെ കോൺഫിഡൻസോടെ പോയാൽ വെസ്റ്റ് ഇൻഡീസ് 1983 തോറ്റ പോലെ 153 എടുത്ത് തോറ്റ പോലെ ഇന്ത്യ തോക്കാനും ചാൻസ് ഉണ്ട് ഇന്ന്. തീർച്ചയായും വളരെ വൈൽഡായ നിരീക്ഷണം എപ്പോഴും നടത്താറുള്ള വ്യക്തി കൂടിയാണ് ദേവദാസ്. സുദേശ്, ഇവിടെ ബാറ്റിംഗ് പിച്ചാണല്ലോ പൊതുവിൽ ഓവലിലുള്ളത്. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും 300-ന് മുകളിൽ സ്കോർ ചെയ്യാനാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്നെടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1098 റൺസാണ് നിലവിൽ മുഴുവനായി സ്കോർ ചെയ്തിട്ടുള്ളത്. അത് വ്യക്തിപരമായി 300-ന് മേൽ സ്കോർ ചെയ്തിട്ടുള്ള 4 മത്സരങ്ങളിൽ ശിഖർ ധവാനുണ്ട്. പക്ഷേ ഈ ആദ്യത്തെ 10 ഓവറിൽ പവർ പ്ലേയിൽ 4.8 എന്ന ശരാശരിയിൽ പതിഞ്ഞ താളത്തിലാണ് ഇന്ത്യ തുടങ്ങുന്നത്. ഇവിടെ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യുകയാണ് എങ്കിൽ, ആദ്യത്തെ ഓവറുകളിൽ അടിച്ചു കളിക്കേണ്ടതുണ്ട് എങ്കിൽ, അതാണല്ലോ ദേവദാസ് നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ഗ്രാൻഡ് ടോട്ടലിലേക്ക് എത്തണം എങ്കിൽ, അതായത് ഈ പവർ പ്ലേയിലടക്കം എങ്ങനെയാവും കളിക്കേണ്ടത്? ഈ 4.8 റൺ ശരാശരി എന്ന നിലയിൽ പോയാൽ എങ്ങനെ ഒരു വലിയ ടോട്ടലിലേക്ക് എത്തും? തീർച്ചയായും അത് വളരെ നല്ലൊരു നിരീക്ഷണമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കണ്ടതാണ് നേരത്തെ ഇവിടെ പറഞ്ഞു ജയസൂര്യയും അതിനു മുമ്പ് മാർഗ്രറ്റ് ബാച്ച് ന്യൂസിലാൻഡിൽ എല്ലാവരും കണ്ടെത്തിയതാണ് തുടക്കത്തിൽ അടിച്ചു കളിക്കുക. ഒരു ഘട്ടത്തിൽ ക്രിക്കറ്റിൽ അത് വളരെ നിർണായകമായ ഒരു ശൈലിയായിരുന്നു. വലിയ ടോട്ടലിലേക്ക് എത്തിച്ചത് ആ ശൈലിയാണ് എന്നും തന്നെ പറയാം. എന്നാൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കളി, അത് ധോണി കുറേ കൂടി സ്വാധീനം ചെലുത്തുന്ന ഒരു കളിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ തുടക്കം 50 ഓവർ മത്സരത്തിൽ തുടക്കം വളരെ ഭദ്രമായി കളിക്കുക. ഇവിടെ ആദ്യത്തെ 30 ഓവറുകളിൽ വിക്കറ്റ്, വലിയ 1-2 വിക്കറ്റുകളല്ലാതെ അതിൽ കൂടുതൽ വിക്കറ്റ് നഷ്ടമില്ലാതെ പിന്നീട് അടിച്ച് കളിക്കാൻ കഴിയുന്നൊരു സാധ്യത. എന്തുകൊണ്ടെന്നാൽ പണ്ട് 5 ബാറ്റ്സ്മാൻമാർ വരെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, 5 or 6 പേരാണ് ഉണ്ടാവുക. എന്നാൽ ഇന്ന് നമുക്കറിയാം അവസാനത്തെ 1-2 പേരൊഴികെ ബാക്കി എല്ലാ കളിക്കാരും നന്നായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർ പിന്നീട് അടിച്ചു കളിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. മിഡിൽ ഓർഡറിന് വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുന്നു. മധ്യനിരയിൽ നല്ല താരങ്ങളെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറേ കൂടി സാങ്കേതികമായും തികവുള്ള കളിക്കാർ ഇന്നെത്തിയിരിക്കുന്നു. അന്ന് സാങ്കേതിക തികവിനൊന്നും മധ്യനിരയിൽ വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. നന്നായി ബൗൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ശരാശരി കളിക്കാരനെ മധ്യനിരയിൽ ഇറക്കുക എന്നുള്ളായിരുന്നു. എന്നാൽ ഇന്ന് നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് ആ പൊസിഷനിൽ വരുന്നത്. ധോണിയെ പോലുള്ളവർ വരുന്നു, യുവരാജിനെ പോലുള്ളവർ വരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ടോട്ടലിലേക്ക് അവസാന 20 ഓവറുകളിൽ പോകാൻ സാധിക്കും. എന്നാൽ ഇംഗ്ലണ്ടിൽ ഇവിടെ നമ്മൾ ചില കളികളിൽ കണ്ടതാണ് 300-ൽ താഴെ അല്ലെങ്കിൽ 250-ൽ താഴെ ചില സ്കോറുകൾ നമ്മൾ കാണുന്നു. പാകിസ്ഥാന് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ അത് മറ്റ് ചില ടീമുകൾക്ക്, ശ്രീലങ്കയ്ക്ക് സംഭവിച്ച പോലെ ചില ടീമുകൾ വളരെ മോശമാവുന്നത് കാണുന്നു. അത് നല്ല തന്ത്രങ്ങൾ ആവിഷ്കരിക്കാത്തതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ വളരെ വേഗം വിക്കറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും എല്ലാം സംഭവിച്ചത്. 5 വിക്കറ്റുകൾ വളരെ ചുരുങ്ങി 50-ൽ താഴെ റണ്ണിന്, വളരെ ചെറിയ റണ്ണിനിടയിൽ കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. പിന്നീട് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ തന്ത്രം പരാജയം എന്ന് പറഞ്ഞുകൂടാ, അതൊരു വിജയം തന്നെയാണ്. അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ സാധിച്ചാൽ ഒപ്പം ഒരു 300-നും 325-300-നും
320 ഇടയിലുള്ള ഒരു സ്കോർ കണ്ടെത്തുകയും ഒപ്പം തന്നെ ബൗളർമാർ നന്നായി പന്തെറിയുകയും ചെയ്താൽ എല്ലാ അർത്ഥത്തിലും തന്നെ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കുകയും ഒരു ജയം നേടാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ തന്ത്രം മോശമാണെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ ദേവദാസ് പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്. നേരെ മറിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്ത് അവരുടെ തുടക്കക്കാർ എത്രത്തോളം അടിച്ചു കളിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, അവരെ ഷോയബ് മാലിക്കിനെയും മറ്റും പോലുള്ള കളിക്കാർക്ക് ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയ ശൈലിയിൽ നന്നായി അടിച്ചു കളിക്കാൻ സാധിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ മധ്യനിര വീക്കാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് വളരെ നിർണായകമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാന് തുടക്കത്തിലെ 3 താരങ്ങൾ ഒരു വിസ്ഫോടനകരമായ ശൈലിയിൽ കളിച്ചാൽ മാത്രമാണ് അവർക്കൊരു വലിയ സാധ്യത നിലനിൽക്കുന്നത്. മറിച്ച് ആ വിക്കറ്റുകൾ 1, 2, 3 വിക്കറ്റുകൾ എളുപ്പം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വലിയ സമ്മർദ്ദത്തിന് അടിപ്പെടുകയും പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് ആ ടീം മാറുകയും ചെയ്യും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഏറ്റവും നിർണായകമായ ഒരു പോയിന്റ് ഇവിടെ എടുത്തു പറയണം. പാകിസ്ഥാൻ്റെ ആ തിരിച്ചുവരവ് നമ്മൾ കാണേണ്ടത് 2020 ഇന്ത്യയിൽ നടക്കുന്ന IPL പോലുള്ള മത്സരങ്ങളിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ലോകത്തെ പ്രമുഖ ടീമുകളെ മത്സരിക്കാൻ സാധിക്കുന്നില്ല. ഈ പാകിസ്ഥാൻകാർക്ക് മത്സര പരിചയമില്ല. ഈ യുവാക്കളെ നമ്മൾ അവിടെയാണ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. അവർ ആ ചുരുങ്ങിയ സാഹചര്യത്തിലും ഇന്ന് ഇന്ത്യയെ പോലുള്ള ഒരു ടീമിനെതിരെ ഫൈനൽ മത്സരിക്കാൻ നിരന്തരം മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടിനെയും എല്ലാം തോൽപ്പിച്ച് ആ ടീം ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു സ്പിരിറ്റ് തന്നെയാണ്. കായിക രംഗത്ത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്പിരിറ്റ് ഇന്നും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഏറ്റവും മോശം എക്കാലവും പാകിസ്ഥാൻ ഫീൽഡിംഗ് ആണ്. എന്നും പാകിസ്ഥാനെ തകർത്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിച്ചിട്ടുള്ളത് ഫീൽഡിംഗ് ആണെന്ന് നമുക്കറിയാം. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും എന്നും ആവറേജ് അവർക്ക് നിൽക്കാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ടീമായി നിൽക്കാൻ സാധിക്കും. എന്നാൽ ഫീൽഡിൽ അവർക്ക് ഒരിക്കലും ഒരു സൂപ്പർ ടീമായി മാറാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു ടീമായി മാറാൻ സാധിച്ചിട്ടില്ല. അത് നിർണായകമാണ്. ഫീൽഡിലെ പിഴവുകൾ അവർ എത്രത്തോളം കുറയ്ക്കുന്നോ അതിനനുസരിച്ച് അവരുടെ സാധ്യതകൾ ഇന്നുണ്ടാവുമെന്ന് നമുക്ക് പറയാം. ഇന്ത്യയെ സംബന്ധിച്ച് ആ ഏറെക്കുറെ ഭദ്രമാണ്. ജഡേജയെയും കോഹ്ലിയെയും പോലുള്ള താരങ്ങളുടെ പ്രകടനം കണ്ടാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഡൈവ് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ സഹകളിക്കാർക്ക് ഒരിക്കലും മാറി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യത്തിൽ ഏറെക്കുറെ ഭദ്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ പോലും നിർണായക ഘട്ടത്തിൽ ക്യാച്ചുകൾ വിട്ടാൽ അത് നമുക്കറിയാം വളരെ നിർണായകമാണ്. എന്നാലും ആ ഒരു രംഗത്ത് ഇന്ത്യക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഇന്നത്തെ കളിയിൽ നിർണായകം തന്നെയായിരിക്കും. ഡ്രീം ഫൈനലിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ശ്രീകുമാരൻ നായർ, ഇവിടെ സുദേശ് സൂചിപ്പിച്ചൊരു കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ മിഡിൽ ഓർഡർ വീക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പാക് മധ്യനിരയിൽ കളിച്ച് തഴക്കമുള്ള മുഹമ്മദ് ഹാഫിസും ഷൊഹൈബ് മാലിക്കും ഒരു അപ്രവചനീയമായ തലത്തിലേക്ക് ഇന്ന് അൺപ്രഡിക്റ്റബിൾ എന്ന തരത്തിലേക്ക് വരികയാണ് എങ്കിൽ അത് ഇന്ത്യക്ക് വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഹൈലി എക്സ്പ്ലോസീവ് ഫക്കർ സമൻ പേടിക്കേണ്ട താരം തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാവും ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ പൊതുവിൽ സ്കോറിംഗ് പാകിസ്ഥാനെ സംബന്ധിച്ച്? അരുൺ, ഇവിടെ 1-2 കാര്യങ്ങൾ ശരിക്കും സുധീഷ് നേരത്തെ പറഞ്ഞതിനോട് തന്നെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ തകർക്കുന്നത് അവരുടെ മുൻകാല താരങ്ങളാണ്. അത് എടുത്തു പറയാല്ലേ. ഇപ്പം അരുണിന് തന്നെ അറിയാമായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. മറുഭാഗത്ത് ഇപ്പോൾ ഒരു വൻ മത്സരം ജയിച്ചു വന്ന ഒരു ടീമിന് ആ മത്സരം ജയിച്ചത് എങ്ങനെയാണെന്നുള്ള ആവേശത്തിൽ നിന്ന് തളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നിർത്തണം. അമീർ സുഹൈലിനെ അടക്കം ഞാൻ ആരെയും പേരെടുത്ത് പറയാത്തത് അതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്, ഒരു മത്സര പരിചയവും സുധീഷ് അത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. മത്സര പരിചയമൊന്നുമില്ലാതെ ഒരു വൻ മത്സരം ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഒരു വൻ ടൂർണമെൻറ്റിലേക്ക് എത്തുകയും ആ ടൂർണമെൻറ്റിൽ തങ്ങളുടെ മികവ് കൊണ്ട് കളിയുടെ കലാശ പോരാട്ടത്തിലേക്ക് എത്തുകയും ചെയ്ത ടീമാണ് പാകിസ്ഥാൻ എന്ന് നമ്മൾ ഓർക്കണം. അപ്പം കളിയുടെ ക്രെഡിറ്റ് മുഴുവൻ ആ കളിക്കാർക്ക് നൽകേണ്ടത് ആവശ്യമല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ടീമിന് ആവേശമുണ്ടാകുക. മാത്രമല്ല, സ്പോർട്സ് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കാതെ പെരുമാറുന്ന, അതല്ലെങ്കിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി ഈ കളിയെ വലിച്ചിഴയ്ക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള സംസാരങ്ങൾ ഇരു രാജ്യങ്ങളിലും ഉണ്ടാക്കുന്നത്. അതിന് രാജ്യത്തിൻ്റെ വരമ്പൊന്നും വേണ്ട. ഇരു രാജ്യങ്ങളിലും അങ്ങനെയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക വരുമ്പോഴാണ് അവർ മറ്റൊരു അഭിപ്രായത്തിലേക്ക് ഇതിനെ തിരിഞ്ഞുവിടുന്നത്. ഇവിടെ നമുക്ക് കളിയിലേക്ക് വരാം. കളിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അരുൺ ചോദിച്ചതുപോലെ, ഒന്ന്, അവരുടെ തുടക്കം, പാകിസ്ഥാൻ്റെ തുടക്കം നമ്മൾ നോക്കണം. അസർ അലി വളരെ മിതമായ രീതിയിൽ തുടങ്ങി അവസാനം നമ്മൾ കണ്ടതാണ് വളരെ നന്നായി അയാൾ ബാറ്റ് ചെയ്യുന്നത്. അതുപോലെ വളരെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാഴ്ചവയ്ക്കുന്ന സമൻ, അത് ദേവദാസ് വളരെ അടുത്ത് സൂചിപ്പിച്ചു. അതുകൊണ്ട് അതിലേക്കും ഒരു ആവർത്തന വിരസത വേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. പിന്നെ 2 ആൾക്കാരെ കുറിച്ചാണ് അരുൺ പ്രത്യേകം പരാമർശിക്കപ്പെട്ടത്. ഒന്ന് ഹഫീസ്.
മുഹമ്മദ് ഹാഫിസിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പാകിസ്ഥാൻ പ്ലെയർ ഈ ടീമിലില്ല. ഒപ്പം ഷോയബ് മാലിക്കും. രണ്ടുപേർക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള കളിപരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവർ പക്ഷേ തങ്ങളുടെ സ്വതസിദ്ധമായ ഫോമിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഹഫീസ് അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മാലിക്കിന് അതുപോലെ തിളങ്ങാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം കൂടി ഇന്ന് തിളങ്ങുകയാണെങ്കിൽ കഥ മറ്റൊന്നാകാം. പക്ഷേ അതൊക്കെ ഇന്നത്തെ ദിവസത്തെ ശരിക്കും ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോമിനെ ആശ്രയിച്ചിരിക്കും. മറുഭാഗത്ത് കളിക്കുന്നത് ഇന്ത്യൻ നിരയോടാണെന്നുള്ളതും അവരുടെ മാനസിക സമ്മർദ്ദത്തിനൊരാക്കം കൂട്ടും. ഒന്ന്, ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ അടുപ്പിച്ച് വൻപൻ ടീമുകളുടെ കൈക്ക് പരാജയപ്പെട്ട അതായത് ഗ്ലോബൽ മത്സരങ്ങളിലെല്ലാം പരാജയപ്പെട്ട ഒരു ടീമാണ്. മുൻപലത്തെ അവരുടെ ആ ചരിത്രം മാറ്റപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കാലം. ഇപ്പോൾ 13 മത്സരങ്ങളാണ് അവർ തോറ്റിരിക്കുന്നത്. 2 ഗ്ലോബൽ മത്സരം മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ മാനസിക അവസ്ഥ കൂടി ഇന്ന് പാകിസ്ഥാൻ്റെ പക്ഷത്തുണ്ടാകും. അത് ഇപ്പോൾ എല്ലാവരും പറയും ഇത് അന്നത്തെ ദിവസത്തെ കളിയാണ് എന്നില്ല. തീർച്ചയായും ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ 2 ടീമിനും ഇംഗ്ലണ്ടിലാണ് ഇപ്പോൾ കളിക്കുന്നത്. തിരിച്ച് തോറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെത്തുമ്പോഴുള്ള ഒരു അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനാകട്ടെ രണ്ടും ഒരുപോലെയാണ്. അവിടെ മാറ്റങ്ങൾക്കില്ല. ഇവിടെ ഒരുപക്ഷെ തലയിൽ കൂടി മുണ്ടിട്ട് എയർപോർട്ടിൽ നിന്ന് കറക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാകും ഈ വിരാട് കോഹ്ലിയും സംഘത്തിനും തോറ്റാൽ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ആവേശം മുറ്റി നിൽക്കുന്നത് ആദ്യ മത്സരം തോറ്റപ്പോൾ സ്വന്തം ടെലിവിഷൻ സഹിതം അടിച്ച് തകർക്കുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടതാ. അപ്പോൾ രണ്ടിടത്തെയും സ്ഥിതി അതാണ്. ആ ഒരു സമ്മർദ്ദം അത് അരുണിന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആ സമ്മർദ്ദത്തെക്കുറിച്ച് അതൊരു ക്യാപ്റ്റൻ്റെ ഒരു എക്സ്പ്ലോസീവ് ക്യാപ്റ്റൻ ആകുമ്പോൾ വിരാട് കോഹ്ലിക്കും അത് ബാധകമാണ്. മറുഭാഗത്ത് സർഫ്രാസ് ഒരു കളി ജയിച്ച കാര്യമെല്ലാം അന്ന് ആരാധകർ മറന്നുപോകും. ഒരു കളി ഒറ്റയ്ക്ക് ജയിപ്പിച്ചതാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ. ആ അവസ്ഥയൊക്കെ അന്ന് മറന്ന് പിന്നെ മറ്റൊരു രീതിയിലേക്കാക്കും. ഇന്നത്തെ കളിയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്, ടോസ് നേടി തീരുമാനം തെറ്റിപ്പോയാൽ പിന്നെ പഴി മുഴുവൻ എടുത്ത തീരുമാനത്തിനാണ്. അത് മറ്റൊരു ഭാഗം. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഈ കളിക്കുന്നവരുടെ അവസ്ഥ, അവരുടെ പ്രായം, അവരുടെ ഒരു എക്സ്പീരിയൻസ് എല്ലാം ഇന്നത്തെ കളിയിൽ നിർണായക ഘടകങ്ങളാകില്ലേ അരുൺ? യെസ്, അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയെ സംബന്ധിച്ച 3 ക്യാപ്റ്റന്മാരുടെ സേവനം ഇന്ത്യക്ക് പോസിറ്റീവ് ഘടകം എന്ന നിലയിൽ നൽകുന്നത്. ആ അനുകൂലമായ സാഹചര്യം പാകിസ്ഥാനില്ല എന്നുള്ളതുമാണ്. ഒരു കാര്യം കൂടി രംഗനാഥൻ, ഇവിടെ ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഒരു സ്ഥിരതയില്ലായ്മ, ഭുവനേശ്വർ കുമാർ ആണെങ്കിലും ബുംറ ആണെങ്കിലും നന്നായി പന്തെറിയുന്നുണ്ടെങ്കിലും വിക്കറ്റ് ടു വിക്കറ്റ് ഒരു വിക്കറ്റ് ടേക്കേഴ്സ് എന്ന നിലയിൽ ശോഭിക്കാൻ ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താവും പൊതുവിലുള്ള അവസ്ഥ? കേദാർ യാദവ് എന്ന സർപ്രൈസ് ബൗളറുടെ സാന്നിധ്യം ഇത്തവണയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? കടമെടുക്കേണ്ടി വരുമോ ക്യാപ്റ്റൻ കോഹ്ലിക്ക്? അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ കേദാറിനാകുമോ? എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പൊതുവിൽ കാണാനാവുന്നത്? പ്രത്യേകിച്ച് ഇപ്പൊ കേദാർ ജാദവിന്റെ കാര്യം അരുൺ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ ഇനിയിപ്പോ അശ്വിനായാലും ജഡേജ, ബുംറ, ഭുവനേശ്വർ കുമാർ, ഇങ്ങനെയുള്ള നിരവധി ബോളേഴ്സ്, യുവരാജ് സിംഗിനെ ബോളിങ്ങിന് പരീക്ഷിക്കാം. ഇങ്ങനെയുള്ളൊരു പരീക്ഷിക്കാൻ പറ്റിയ ധാരാളം ബോളേഴ്സ് ഇന്ത്യക്കുള്ളത് കൊണ്ട് ഒരു വെറൈറ്റി ഉണ്ട്. അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുന്ന ബോളറാണ് ഇപ്പൊ ഇന്ത്യക്ക് ആവശ്യം. ഒരു നല്ല പാർട്ട്ണർഷിപ്പ് പാകിസ്ഥാൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. കേദാർ ജാദവിനെ ബോൾ ചെയ്യിക്കാൻ കൊണ്ടിരുന്നു ബംഗ്ലാദേശിനെതിരെ. അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനായിട്ട് കേദാർ ജാദവിന് സാധിക്കുന്നു. അതുപോലെ ഇന്ത്യൻ ബോളിംഗ് നിരയിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അശ്വിനായാലും ജഡേജയായാലും ഒരു ബോളർ മാത്രമായിട്ട് ഇറങ്ങിയില്ല. പിന്നീട് ബോൾ ചെയ്യിക്കാനായിട്ട് യുവരാജിനുള്ള ബോളേഴ്സിനെ കൊണ്ട് ബോൾ ചെയ്യിക്കാനായിട്ട് ക്യാപ്റ്റൻസ് ഇപ്പോൾ ബോളേഴ്സിന്റെ കാര്യം പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറും ബുംറയും വളരെ മികച്ച രീതിയിൽ പന്തറിയുന്നു. ആ ഒരു മികവ് ഈ മത്സരത്തിലും അവര് പുലർത്തും. ഫൈനലിന്റെ പ്രത്യേകത കളിക്കുന്നത് പാകിസ്ഥാനെതിരെ. അതുകൊണ്ട് ബോളിംഗിൽ ഇന്ത്യക്കുള്ള വെറൈറ്റി അതൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. വളരെ നന്ദി ശ്രീ രംഗനാഥൻ. ടെലിഫോൺ ലൈനിൽ എന്തോ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ട് അല്പസമയത്തിനകം താങ്കളെ വീണ്ടും വിളിക്കാം. ഇവിടെ ദേവദാസ്, സുദേശ് ഈ പറഞ്ഞ പോലെ ബൗളിങ്ങിനെ സംബന്ധിച്ചൊരു ബ്രേക്ക് ത്രൂ നൽകുന്ന തരത്തിലേക്ക്, അതായത് നിർണായകമായൊരു വിക്കറ്റ് വേണ്ട സമയത്ത് വീഴ്ത്തുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ബൗളറിൽ നിന്ന് അനുഗുണമായൊരു പ്രകടനം ഇതുവരെ
നിലവിലുണ്ടായിട്ടില്ല. അതാണ് ക്യാപ്റ്റൻ കോഹ്ലി അലട്ടുകയും ചെയ്യുന്നത്. അതിനെ മറികടക്കാൻ എങ്ങനെയാണാവുക ഇന്ന്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന പിച്ചുകൾ, ദേവദാസ് നേരത്തെ പറഞ്ഞതുപോലെ സ്വിംഗ് ബൗളിങ്ങിനും മറ്റിപ്പോൾ ബാറ്റിങ്ങിന് പിച്ച് ഒരുക്കുക. മത്സരത്തിൻ്റെ ഇപ്പോൾ ടെലിവിഷനിലും മറ്റും ഇത് കാണിക്കേണ്ടത് ഇതിൻ്റെ ഒരു ആസ്വാദ്യത നിലനിർത്താൻ വേണ്ടി സ്വാഭാവികമായും നല്ല പിച്ചുകൾ ഒരുക്കി ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകൾ ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബൗളർമാർ ഒരു നെഗറ്റീവ് സൈഡിലാണ് നിൽക്കുന്നത്, അവരൊരു ഡിഫൻസീവ് സൈഡിലാണ് നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായിരിക്കണം ഒരു കാരണം ബൗളർമാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരാൻ എന്നുള്ളത് നിർണായകമാണ്. ഇവിടെ ഇന്ത്യൻ ബൗളർമാർ നന്നായി തന്നെ പന്തെറിയുന്നുണ്ട്. നമ്മുടെ നല്ല മത്സര പരിചയം IPL-ലും മറ്റും വിദേശ താരങ്ങൾക്കെതിരെ നിരന്തരം പന്തെറിഞ്ഞ് നല്ല പരിചയം. ഡെത്ത് ഓവറുകളിലും മറ്റും ബുംറയും ഭുവനേഷ് കുമാറും നമുക്കറിയാം അവരുടെ IPL ടീമുകൾക്ക് വേണ്ടി വളരെ മികവോടുകൂടി പന്തെറിയുന്ന, റൺ വിട്ടുകൊടുക്കുന്നതിൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കുന്നവരാണ്. ഭുവനേഷ് കുമാർ IPL-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബൗളറാണ്. അപ്പോൾ ആ രീതിയിൽ കാണണം. ഇവിടെ വേറൊരു പ്രധാന സംഗതി, മിഡിൽ ഓവറുകളിൽ 10-40 ഓവറുകൾക്കിടയിൽ വിക്കറ്റ് കണ്ടെത്തുന്നതിൽ ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും മുന്നിലാണ്. 19 വിക്കറ്റുകൾ ആ ഘട്ടത്തിൽ ഇന്ത്യൻ ബൗളർമാർ നേടിയിരിക്കുന്നു. തൊട്ട് പിന്നിലാണ് പാകിസ്ഥാൻ 18 വിക്കറ്റുകൾ. അപ്പോൾ ഇന്ത്യൻ ബൗളർമാർ നിർണായക ഘട്ടത്തിൽ വിക്കറ്റ് കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു ആരോപണമായി നമ്മൾ പറയാൻ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ കേദാർ യാദവിനെ ഒരു മത്സരത്തിൽ അങ്ങനെ അത്തരത്തിൽ ഉപയോഗിച്ച് അദ്ദേഹം നിർണായകമായ ബ്രേക്ക് ത്രൂ നൽകി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ഭുവനേഷ് കുമാറിനെയോ അല്ലെങ്കിൽ ബുംറയെ പോലുള്ള താരങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. തുടക്കത്തിലുള്ള ഓവറുകളിലും ഒപ്പം തന്നെ ഡെത്ത് ഓവറുകളിലും വളരെ നന്നായി എറിയാൻ അവർക്ക് സാധിക്കുന്നു. പിന്നീട് മിഡിൽ ഓവറുകളിൽ എറിയാൻ ഹാർദിക് പാണ്ഡ്യയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത്. പാണ്ഡ്യ നമുക്കറിയാം അത്രത്തോളം ഒരു വിക്കറ്റ് നേടുന്നതിൽ മിടുക്ക് കാണിക്കുന്ന ഒരു ബൗളറല്ല. അശ്വിനായിരുന്നു അത്തരത്തിൽ ഒരു സ്ട്രൈക്ക് ബൗളർ എന്ന നിലയിൽ ഇന്ത്യക്ക് വേണ്ടി വരുന്നത്. രവീന്ദ്ര ജഡേജയും അശ്വിനും 2 എൻഡുകളിൽ നിന്ന് പന്തെറിയുമ്പോൾ സ്പിന്നർമാരാണെങ്കിലും വിക്കറ്റ് കണ്ടെത്താൻ അശ്വിന് സാധിക്കുന്നു. ജഡേജ മറ്റ് താരങ്ങളെ എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അശ്വിൻ വിക്കറ്റ് കണ്ടെത്തുന്നത് നമ്മൾ കാണുന്നു. ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളർ എന്ന നിലയിൽ തന്നെയാണ് അശ്വിൻ. എന്നാൽ അശ്വിനെ കൂടുതൽ മത്സരങ്ങൾ നമുക്ക് കളിപ്പിക്കാൻ സാധിച്ചില്ല. ഇന്ന് ഫൈനലും അശ്വിന് പരിക്ക് കാരണം കളിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയെ പോലുള്ളൊരു താരത്തിന് കൂടുതൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്ക് മിഡിൽ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയ നല്ല ബൗളർമാരില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഭുവനേഷ് കുമാറും ബുംറയും അവരുടേതായ റോളുകൾ നന്നായി നിർവഹിക്കുന്നുണ്ട് എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. മറുപക്ഷത്ത് പാകിസ്ഥാനും ഇതേ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരുടെ തുടക്കത്തിലുള്ള നല്ല ബൗളർമാരാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവർ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിനെതിരെ റിവേഴ്സ് സ്വിംഗ് കണ്ടെത്തി എന്നുള്ളത് അത്ഭുതപ്പെടുന്നതാണ്. സ്വിംഗ് ബൗളിങ്ങിനെ അത്രത്തോളം അനുകൂലിക്കാത്ത പിച്ചുകളാണ് ഇംഗ്ലണ്ടിൽ ഒരുക്കിയിരിക്കുന്നതെങ്കിൽ പോലും അവിടെ പോലും നല്ല രീതിയിൽ സ്വിംഗ് കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അവരും മിഡിൽ ഓവറുകളിൽ നന്നായി വിക്കറ്റുകൾ 18 വിക്കറ്റുകൾ ഇതേപോലെ 10-40 ഓവറുകൾക്കിടയിൽ കിട്ടിയ ഒരു ടീമാണ് പാകിസ്ഥാൻ. അപ്പോൾ അവരും അതിൽ മോശക്കാരല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 2 ടീമുകളും ഒരു വിക്കറ്റ് ബൗളർമാർക്ക് അനുകൂലമല്ലാത്ത പിച്ചാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനത്തോടെ കാണേണ്ടത്. ബാറ്റിംഗ് കാണികൾക്ക് കൂടുതൽ നല്ല മത്സരം കാണാനുള്ള അവസരം കൊടുക്കുക എന്നുള്ള രീതിയിൽ, ഒപ്പം തന്നെ ഇത്രത്തോളം പേർ ടെലിവിഷനിൽ കാണുന്ന മത്സരമാണ്. അത് പെട്ടെന്ന് അവസാനിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതിന് പല കാരണങ്ങൾ, പല ബിസിനസ് പരമായ കാരണങ്ങൾ പോലും അതിനുണ്ട്, പരസ്യങ്ങളുടെയും മറ്റും കാരണങ്ങളുണ്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ ബൗളർമാരെ ഇവിടെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതെ, ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരുടെ മാത്രം മത്സരമാണ് എന്ന് വരുത്തി തീർക്കുന്ന പുതിയ സാങ്കേതിക വിദ്യയുടെ പരിണതഫലം കൂടിയാണ് അത് എന്നുള്ളതാണ് വസ്തുത. അത് IPL-ലും ഒക്കെ നമ്മൾ കാണുന്നതുമാണ്. ഇവിടെ മറ്റൊന്ന് ഈ സ്കോറിങ്ങിൻ്റെ കാര്യം തന്നെയായിരുന്നല്ലോ സുധേഷ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ചേസ് ചെയ്ത് ജയിക്കുന്നവരുടെ ഒരു കൂട്ടമായി മാറിയിരുന്നു ഇന്ത്യ. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് ചേസ് ചെയ്ത് ജയിക്കാനുള്ള സാധ്യത, അതിനുള്ളൊരു ഓപ്ഷൻ അവർ തിരഞ്ഞെടുക്കുമോ? അതിനൊരു റിസ്ക് കോഹ്ലി കാണിക്കുമോ ഈ ടോസിങ് അനുകൂലമാണെങ്കിൽ? തീർച്ചയായും ഇന്ത്യക്ക് രാഹുൽ ദ്രാവിഡിനെ പോലുള്ളവർ പോലും പറയുന്നു, അല്ലെങ്കിൽ മറ്റു ക്രിക്കറ്റ് വിദഗ്ധർ തന്നെ പറയുന്നു, ഇന്ത്യക്ക് ചേസ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് സമ്മർദ്ദം പാകിസ്ഥാന് തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ട് സമ്മർദ്ദം ഒരു വളരെ അത്ഭുതകരമായ രീതിയിൽ തിരിച്ചു വന്ന ഒരു ടീമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. ഏത് അവസരത്തിൽ അവരെങ്ങനെ കളിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ, ഈ തങ്ങളുടെ ഫോം നിലനിർത്തിയാൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ അവരുടെ നാട്ടിൽ തിരിച്ചെത്താൻ കഴിയൂ. പല താരങ്ങൾക്കും അവരുടെ സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ പോലും ഉണ്ടാകാൻ കഴിയും. മറുപക്ഷത്ത് ഇന്ത്യ വലിയ സമ്മർദ്ദമില്ല എന്ന് തന്നെ പറയാം. പാകിസ്ഥാനെതിരായ ഒരു മത്സരം സമ്മർദ്ദമില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിൽ കാണുകയല്ല. എങ്കിൽ പോലും ഒരു മത്സരം എന്ന നിലയിൽ കാണുമ്പോൾ അത്രത്തോളം സമ്മർദ്ദമില്ല. നല്ല ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എല്ലാം നമ്മൾ നല്ല ഫോമിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
അതിന് ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ, നേരത്തെ പറഞ്ഞതുപോലെ ശിഖർ ധവാൻ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺ കണ്ടെത്തിയ ഒരു ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ്. ഒപ്പം തന്നെ നല്ല സ്ട്രൈക്ക് റേറ്റോടുകൂടി തന്നെ രോഹിത് ശർമ്മ റൺ കണ്ടെത്തിയിരിക്കുന്നു, കോഹ്ലിയും റൺ കണ്ടെത്തിയിരിക്കുന്നു. മറുപക്ഷത്ത് പാകിസ്ഥാന് പല ബാറ്റ്സ്മാൻമാരും 50-ൽ താഴെയാണ് ശരാശരി. ഇവിടെ രോഹിത് ശർമ്മയ്ക്ക് 100-ൽ മുകളിലാണ് ശരാശരി പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നല്ല കെട്ടുറപ്പുള്ള നല്ല അടിത്തറയിടാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് നിരയുണ്ട്. അവർ പല മത്സരങ്ങളും ക്ലിക്ക് ചെയ്തിരിക്കുന്നു. പിന്നാലെ വരുന്ന യുവരാജിനെയും ധോണിയും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അവർക്ക് അവസരം കിട്ടിയില്ല എങ്കിൽ പോലും കിട്ടിയ അവസരങ്ങളിൽ രണ്ടുപേരും നന്നായി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേദാർ യാദവും നല്ലൊരു ബാറ്റ്സ്മാനാണ് എന്നുള്ളത്. ഒപ്പം തന്നെ നമുക്ക് രവീന്ദ്ര ജഡേജയും നന്നായി ബാറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് തന്നെ നല്ലൊരു ബാറ്റിംഗ് നിര, ഫോമിലുള്ള നല്ല ബാറ്റിംഗ് നിരയുള്ളതുകൊണ്ട് ഏതൊരു ടീമും രണ്ടാമത് ബാറ്റ് ചെയ്യാനായിരിക്കും. നേരത്തെ ദേവദാസ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ബൗളിംഗ് ലഭിക്കുകയാണെങ്കിൽ രണ്ടാമത് പാകിസ്ഥാൻ തകർന്നു പോകുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു സമ്മർദ്ദം അവർ നേരിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ രണ്ടർത്ഥത്തിലും ഇന്ത്യക്ക് രണ്ടാമത് ബാറ്റിംഗ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അത്തരം ഒരു നിരീക്ഷണത്തിൽ നിന്ന് തെളിയുന്നത്. അത് തന്നെയായിരിക്കും ഇന്ത്യക്ക് ഗുണമെന്ന് രാഹുൽ ദ്രാവിഡിനെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഉത്തമം. ദേവദാസ്, ഇവിടെ ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ എന്നതിനപ്പുറം രാജ്യത്തെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഈ രണ്ട് ടീമും ഫൈനലിലേക്ക് വന്ന നിലവിൽ സമീപകാലത്ത് അവർ കളിച്ച മത്സരങ്ങളുടെ സാഹചര്യം കൂടി നോക്കേണ്ടതുണ്ട്. സർഫറാസ് അഹമ്മദ് എന്ന പാക് ക്യാപ്റ്റനും വിരാട് കോഹ്ലിയും ഇവിടെ സമ്മർദ്ദം അളവുകോൽ നോക്കിയാൽ ആർക്കാവും കൂടുതലെന്നാണ് കരുതുന്നത്? പ്രത്യേകിച്ച് ഫൈനലിലേക്ക് വന്നപ്പോൾ പാക് ടീം സെറ്റായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ പറഞ്ഞ പോലെ ഇത്രമേൽ ആഭ്യന്തര കലഹം രൂക്ഷമായ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വന്ന ഒരു നായകൻ അമീർ സോഹൈൽ അടക്കം ഇത്ര വൃത്തികെട്ട പരാമർശം ഒത്തുകളിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ ഒത്തുകളിയായിരുന്നു ആ ഇംഗ്ലണ്ട് മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം. ഈ സമ്മർദ്ദമൊക്കെ മറികടന്നാണ് പാക് ക്യാപ്റ്റൻ വരുന്നത്. IPL അടക്കമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് കളിപരിചയമില്ലാത്ത ഒരു കൂട്ടം കളിക്കൂട്ടവുമായാണ് ഈ നായകൻ ഇത്ര സെറ്റായ ഒരു ടീമിനെ ഫൈനലിലേക്ക് എടുക്കുന്നത്. വിരാട് കോഹ്ലി നയിക്കുന്ന 1-ാം നമ്പർ ടീം നിലവിലെ ചാമ്പ്യന്മാർ അങ്ങനെയല്ല. അതായത് അങ്ങനെ നോക്കുമ്പോൾ ഈ ശക്തി ദൗർബല്യങ്ങൾ പരീക്ഷിക്കുമ്പോൾ ആർക്കാവും സാധ്യത? കളത്തിൽ മാനസികമായി മേധാവിത്വം ആർക്കായിരിക്കും? അത് അരുണെ അതാണ് പറഞ്ഞ അണ്ടർഡോഗ്സിനായിരിക്കും ഈ ഒരു ആധിപത്യം. അത് അണ്ടർഡോഗ് ആരാണ്? പാകിസ്ഥാൻ തന്നെ. ഒരു അതാണ് അവരെ സമ്മതിക്കണ്ടേ. അരുണിനോട് ഒന്നും കൂടി പറയാം, ഞങ്ങൾക്ക് 3 ക്യാപ്റ്റനായെങ്കിൽ അവർക്ക് 4 ക്യാപ്റ്റനുണ്ട്. അസർ അലി ക്യാപ്റ്റൻ, ഷൊയ്ബ് മാലിക് ക്യാപ്റ്റൻ, മുഹമ്മദ് ഹഫീസ് ക്യാപ്റ്റനാണ്, സർഫറാസ് അഹമ്മദ് ഇപ്പം ക്യാപ്റ്റൻ. പണ്ട് 7 ഉണ്ടേനു, ഇപ്പം 4. അതിൽ അവരെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടല്ല, ഇന്ന് തോറ്റ സർഫറാസിനെ മാറ്റുമായിരിക്കും. പക്ഷെ അതല്ല. പക്ഷെ അവർ നിങ്ങളൊന്ന് നോക്കണം, ഇന്ത്യ ആയിട്ട് ദയനീയ പരാജയം, നാട്ടുകാരെല്ലാം പ്രഷർ. സർഫറാസ് അഹമ്മദും മിക്കി ആർദർ എന്ന സൗത്ത് ആഫ്രിക്കൻ കോച്ചും എന്ത് ചെയ്തു? ഒരു അതാണ് ഫക്കർ സമാൻ എന്ന് പറഞ്ഞ കളിക്കാരനെ കൊണ്ടുവന്നു. ഒരു ഏകദിന പരിചയമില്ല, പക്ഷെ അവനെന്തെങ്കിലും പേടിയുണ്ടോ? അടിച്ച് തകർത്ത് ഇപ്പോൾ ഫൈനലിലെത്തിച്ചു. അതേസമയം സെമി ഫൈനൽ മുഹമ്മദ് അമീർ കഴിഞ്ഞ കളിയിൽ ജയിപ്പിച്ചു. സർഫറാസ് അഹമ്മദിൻ്റെ ഒപ്പം ബാറ്റ് ചെയ്ത് ജയിപ്പിച്ച മുഹമ്മദ് അമീർ ഇഞ്ചേർഡ് ആയപ്പോൾ പാകിസ്ഥാൻ തോറ്റു എന്ന് വിചാരിച്ചു. ഇംഗ്ലണ്ടാണ് ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് കപ്പ് നേടാനുള്ള ഫേവറേറ്റ് ടീം. എന്നിട്ട് കൊണ്ടുവന്നതാണ് റൊമൻ റെയ്സ് എന്ന് പറഞ്ഞ ഏകദിനം കളിച്ചിട്ട് പോലും ഇല്ല, 2020 കളിച്ചിട്ട് പാക് ലീഗിൽ കളിച്ചോനാ. ഒരു സമ്മർദ്ദം ഇല്ലാണ്ട് 2 വിക്കറ്റ് എടുത്ത് സ്റ്റോക്സിനെതിരെയെല്ലാം ബോൾ ചെയ്തിട്ട് സ്റ്റോക്സ് ഏറ്റവും ഇന്നത്തെ ലോകത്തിലെ ബോത്തം കഴിഞ്ഞാലുള്ള ഓൾറൗണ്ടർ എന്ന് പറയുന്ന സ്റ്റോക്സ് 64 ബോളിലാണ് 34 റൺ എടുത്തിട്ട് ആ ഒരു മികച്ച ബോളിംഗ്. അതുകൊണ്ട് ഇവരെ ഒന്നും പറയാൻ പറ്റില്ല. ആർക്കാണ് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ കോഹ്ലിക്ക് ജയിച്ചേ മതിയാവുള്ളൂ. ഇവർക്ക് ഇപ്പം കിട്ടിയത് തന്നെ ബമ്പറാ. നമ്പർ 8-ാം സീഡിന്ന് തോറ്റിട്ട് ഫൈനലിലെത്തി യങ്സ്റ്റേഴ്സ്. ഷെഹസാദ് ഫോമിലല്ല. ഉമർ അക്മൽ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ തിരിച്ചയച്ചു പാകിസ്ഥാനിലേക്ക് ഉമർ അക്മൽ. അതുകൊണ്ടാണ്. പക്ഷേ പാകിസ്ഥാൻ എവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ക്ലാസി ഓപ്പണേഴ്സാണ്. ഒരു സൈഡിൽ അസർ അലി കഴിഞ്ഞാൽ ബബർ അസം എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഫ്യൂച്ചർ ടാലൻറ്റ്, ഭാവിയിലെ കോഹ്ലി എന്ന് പറയുന്ന പോലത്തെ ബബർ അസം, പിന്നെയുള്ളത് മുഹമ്മദ് ഹഫീസ്, പിന്നെയുള്ളത് ഷോയിബ് മാലിക്. അവരെല്ലാം ഒരു ക്ലാസി സ്റ്റൈലിൽ അംല സ്റ്റൈലിലേ തുടങ്ങുള്ളൂ. അതിലാണ് ഇവർക്ക് പറ്റിപ്പോയത്. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഇമ്രാൻ ഖാന ക്യാപ്റ്റനായെങ്കിൽ ഇന്ന് ഇൻഫാമിലുള്ള അസർ അലീനെ ഓപ്പണറിന് മാറ്റിയിട്ട് ഷെഹസാദിനെ ഇടുവേനും. ഷെഹസാദ് ഒരു ഇമ്രാൻ നസീറിനെ പോലത്തെ ഓപ്പണറാണ്. അവനും ഈ ഫക്കർ സമാനും കൂടിയിട്ടെങ്കിൽ 100 ഒരു 10 ഓവറിൽ നേടും. അതാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇന്നത്തെ ഇതിൽ ഓർക്ക് മാറ്റാനുള്ള ഇതില്ല, ഓപ്ഷൻ ഇല്ല. പക്ഷേ ഉള്ളത് വെച്ചിട്ട് അവർ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് 10 ഓവേഴ്സ്
ഞങ്ങൾ ആ അടീൻ്റെ പാറ്റേൺ നോക്കി വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ ഈസ് ഗോയിങ് ടു ബി എ ഫേവറേറ്റ് ടീം. ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, 300 വേണ്ട, അവർക്ക് 280 എടുത്താലും ആ ബോളേഴ്സ് ഒരു വൂണ്ടഡ് ടൈഗേഴ്സ് പോലെ ഈ ഞങ്ങളെ ക്യാപ്ചർ ചെയ്താൽ. പക്ഷേ ഞങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഈവൺ 10 ഓവേഴ്സിൽ 30 എടുത്താലും നമുക്ക് ലാസ്റ്റ് 50 ഓവേഴ്സ് വരെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ ക്ലാസി എന്ന് പറഞ്ഞാൽ ഇഞ്ചറി 8 മാസം കഴിഞ്ഞിട്ട് ഒരു ഇതും ഇല്ലാണ്ട് IPL ക്യാപ്റ്റൻസി അതിൻ്റെ ആ ഫോമിൽ വന്നപ്പോൾ ഈ ക്ലാസ് ബാറ്റ്. ശിഖർ ധവൻ ഇഞ്ചറിന്ന്, KL രാഹുൽ ഇഞ്ചറി ഇല്ലെങ്കിൽ ഈ ചാമ്പ്യൻസ് ലീഗിൽ എക്സ്ട്രാ ഇരിക്കേണ്ടതാണ് ശിഖർ ധവൻ ആ ചാമ്പ്യൻസ് ടീമിലെ ഫോമിലേക്ക് ഉയർന്നിരിക്കുന്നു. പിന്നെയുള്ളത് ധോണി, യുവരാജെല്ലാം പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നു. കോഹ്ലി ഏത് കാലത്തും ക്യാപ്റ്റൻസി അവനെ കളിക്കാരൻ എന്ന നിലയിൽ തളർത്തിയിട്ടില്ല. അപ്പോൾ കോഹ്ലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ഈ റിവേഴ്സ് സ്വിങ്, ക്രോസ് സീം ബോളിംഗ് അതിലുള്ള മാസ്റ്ററി ഉണ്ട്. ഇവർ ഈ ഹാർഡ് വിക്കറ്റ് ഗള്ളി ക്രിക്കറ്റ് പാവങ്ങളാ, എന്താ പറയുക, ആ തെരുവ് നിന്നെല്ലാം വളർന്നി. അതുകൊണ്ടല്ലേ മുഹമ്മദ് അമീറിനോട് നോ ബോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ബോൾ ചെയ്തിട്ട് 5 കൊല്ലം പോക്കിയുണ്ട്. അല്ലേ ഓൻ വാസിം അക്രമിനെ പോലെ ആവണ്ടേ മുഹമ്മദ് അമീർ. അതേപോലത്തെ ഈ നാളെ ഫക്കർ സമീനൊന്നും ടീമിൽ തന്നെ കാണൂല. പക്ഷേ എത്രയോ ഫക്കർ സമന്മാർ വരും ഇനിയും. എന്താ പറയുക, അവിടെ ഗള്ളിയിൽ പാവം ഈ ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് ജീവിതം. അതുകൊണ്ട് ഞങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഈ വാറും മറ്റേതൊന്നും നോക്കണ്ട, ഞങ്ങളെ ഭാഗത്തും നോക്കണ്ട. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഹാപ്പിനെസ് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ളതാണ്. ഞങ്ങളൊരു വെസ്റ്റ് ഇൻഡീസ് 1983 കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യൻ്റെ സ്ഥാനത്താണ് 1983. അതുകൊണ്ട് അവർ അണ്ടർഡോഗ്, ഓർക്കൊരു പ്രഷറുമില്ല. വേറെ ഒന്നും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ കാണികളും ഇതുമുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ത്യക്കാർ ജയിക്കണം എന്നാണ് വിചാരം. എന്താ പറയുക, ആ പട്ടാളക്കാർക്ക് ഒരു ആശ്വാസം ഒരു ജയിച്ചു എന്നുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ഇന്നലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർ എനിക്കറിയുന്നത്, ഞാൻ ചോദിച്ചു നാളെ കളി കാണോ? ഇല്ല, ഞാൻ ലീവ് എടുക്കുന്ന, നാളെ ഇന്ത്യ പാകിസ്ഥാൻ കളി ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തെ വേതനം വിട്ട് കളി കാണാൻ മട്ടന്നൂരിൽ നിൽക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളിങ്ങനെ നിൽക്കുവാണ് ഇന്ന് ഇത് കാണാൻ. അപ്പോൾ അവർക്കെല്ലാം ഒരു സന്തോഷം, തെരുവെന്നും മറ്റേതും കൂലിപ്പണി എല്ലാം നിർത്തിവെച്ചിട്ട് കാണുന്നു. അപ്പം ആകെ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റിൽ വിതിൻ എ ബാറ്റിൽ, ഞങ്ങളെ ഉള്ളിൽ ആ ബാറ്റിൽ ഉള്ളത്, അവരെ ഉള്ളിലും ബാറ്റിൽ. പക്ഷേ ആ കളിക്കളത്തിൻ്റെ ഇത് സ്പോർട്ടിംഗ് ലീഗ് കാണുക ഇന്ന് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് എ കൈൻഡ്. ഇനി എപ്പോൾ കാണാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ ജീവിതത്തിൽ തന്നെ കാണാൻ പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാനും. അങ്ങനത്തെ പൊളിറ്റീഷ്യൻസ് ഈ വിഷവിത്തുകളുണ്ട്, ഏത് മതം, ജാതി, അതിദേശീയത തൊട്ടിയെടുത്തിട്ട് അവർ ആ ബൗണ്ടറി ലൈൻ ഉണ്ട്. ബൗണ്ടറി ലൈൻ കളിക്കാർക്കുള്ള ബൗണ്ടറി ലൈന്, കളിക്കളത്തിൻ്റെ പുറത്തു പോയ ബൗണ്ടറി. അതിൻ്റെ ഈ വിഷവിത്തുകൾ അവിടെ ഒരു ബൗണ്ടറി ലൈൻ കണ്ടിട്ടില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറണ്ട. അതാണ് ഇന്ന് രാവിലെ ഉദ്ധവ് താക്കറേൻ്റെ അടുത്ത് പോകുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഒരു സീരീസും ഇല്ല എന്ന് പറഞ്ഞ് അമിത്ഷാവിനെ പോലത്തെ ആൾ, അർണബ് ഗോസ്വാമിനെ പോലെ കുരച്ചോണ്ട് നിൽക്കുന്നത്. ഈ ഇന്ത്യ പാക് ഫൈനൽ മറ്റേത്, നിങ്ങൾ പാകിസ്ഥാനെ സൈഡ് ചെയ്താൽ നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോ. ഞാൻ പാകിസ്ഥാനെ ഇന്ന് സൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ പാകിസ്ഥാൻ ജയിക്കണം എന്നും വിചാരിക്കുന്നു. അത് തുറന്നു പറയുന്നു. എന്താ പറയുക, പാകിസ്ഥാൻ ജയിച്ചാൽ എന്താ പറയുക, പാകിസ്ഥാൻ ക്രിക്കറ്റ് വെസ്റ്റ് ഇൻഡീസിനെ പോലെ നഷ്ടപ്പെട്ടു പോകും. എന്താ പറയുക, അവരിലെന്ന് പറഞ്ഞാൽ റെയർ നാച്ചുറൽ ടാലൻസിനെ. ഇപ്പോൾ ഒന്നും കൂടി പറയട്ടെ, റുവാൻ സെയ്ദിനെയും റെയ്സിനെയും ഫക്കർ സമാനി ഇട്ട പോലെ നമ്മളെ ഇന്ത്യക്കാർ ഇടൂല. നമ്മൾ വടിയും കുത്തി ധോണി 2019 റിട്ടയർ ചെയ്യുള്ളൂ, യുവരാജ് 2019 വേൾഡ് കപ്പ് കഴിഞ്ഞാലേ റിട്ടയർ ചെയ്യുള്ളൂ. ആ ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും ഇപ്പോൾ ഈ ടീമിലോ ആ വെസ്റ്റ് ഇൻഡീസ് ടീമിലെങ്കിലും ഇട്ടെങ്കിൽ നമുക്ക് ഒരു ഫക്കർ സമനെ പോലെയും എല്ലാം കാണും. ഋഷഭ് പന്ത് എന്നെല്ലാം പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ അവനൊന്നും. പക്ഷേ പാകിസ്ഥാൻകാർ ഇടും. എന്താ പറയുക, അവർക്ക് വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഹോം മാച്ച് ദുബായിലാണ്. എന്നിട്ടാണ് ഒരു ടെസ്റ്റിൽ മിസ്ബയും യൂനിസ് ഖാനും ജെന്റിൽമാൻ ക്രിക്കറ്റേഴ്സ് ഓഫ് ഇന്ത്യ, ഏറ്റവും ഫേവറേറ്റ് ക്രിക്കറ്റേഴ്സ്, റിട്ടയർ ചെയ്തു. ഒരു ടെസ്റ്റിൽ നമ്പർ 1 സെപ്റ്റംബറിൽ കഴിഞ്ഞ തവണ. എന്നിട്ട് പോക്കി വൺ ഡേയിൽ ഓറിതാ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട് 8ാം സീഡായിട്ട് ഫൈനലിലെത്തി. ദേ ആർ ദ അണ്ടർഡോഗ്സ്. ഞങ്ങളെപ്പോഴും അണ്ടർഡോഗ്സിനെയല്ലേ. അപ്പോൾ പാകിസ്ഥാനൊന്നും നോക്കണ്ട, വെസ്റ്റ് ഇൻഡീസിനെയാണ് ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ എന്ന ഇതിൽ ഞാൻ പാകിസ്ഥാനെ ഇതാക്കാം. എന്താ പറയുക, പാകിസ്ഥാൻ ഹാസ് ടു വിൻ. എന്തിനാണെന്നറിയാം, ഈ അഫ്ഗാനിസ്ഥാൻ ഹാസ് ടു വിൻ. എന്താ പറയുക, ക്രിക്കറ്റിനെ എൻഹാൻസ് ചെയ്യുക. അല്ലെ ഇന്ത്യക്കാരിങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നാൽ ഇവിടുത്തെ ശ്രീനിവാസനും മറ്റേല്ലാം കൊള്ളയടിച്ചിട്ട് കൊണ്ടുപോകും. അതിലും നല്ല അതിലും ഒന്നും കൂടി പറയാനുണ്ട്. സുദേശ് പറഞ്ഞ സ്പെക്ടിക്കൽ സ്പോർട്സ്, ആ സ്പോർട്ടിന് വേണ്ടിയിട്ട് ബാറ്റ്, വലിയ കട്ട ബാറ്റും എടുത്തിട്ട്, അതിപ്പോൾ ഒക്ടോബറിൽ മാറ്റും. ഇങ്ങനത്തെ ഈ ഔട്ട് ഓഫ് വേൾഡ് ബാറ്റ് അടിച്ചുകൊണ്ടാണ് 6 എല്ലാം നിങ്ങൾ കാണുന്നത്.
എല്ലാം ബാറ്റിംഗ് വിക്കറ്റ്സ് ആക്കിയിട്ട് ബോളറെ ശവപ്പറമ്പാക്കി. ഇത് മാത്രമല്ല, ഇത് ബിസിനസ് സുദേശ് പറഞ്ഞ മാത്രമല്ല, ഇനി നമ്മളെ BJP ഗവൺമെൻറ് അടുത്ത പാർലമെൻറ്റിൽ വാതുവെപ്പ് നിയമപരമാക്കാൻ പോകുന്നു. അതിന് ഈ സ്പോർട്സ് വേണം, സ്പെക്ടിക്കൽ സ്പോർട്സ്, ഫുട്ബോൾ, കബഡി എല്ലാം ഈ TV ഫുട്ബോൾ നമ്മളെ ഐ ലീഗെല്ലാം കൊണ്ടുപോയി ISL ആക്കുന്നുണ്ട്. വാതുവെപ്പ് ലീഗലൈസ് ലളിത് മോഡിക്കും വിജയ് മല്യയ്ക്കും വേണ്ടിയിട്ടെല്ലാം ചെയ്യാനുള്ള നീക്കത്തിൻ്റെ മുന്നൊരുക്കവും കൂടിയാണ് ബാറ്റിംഗ് വിക്കറ്റ്സ്. ഇന്ന് 350 അല്ല 400 റൺസ് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾ അത്ഭുതപ്പെട്ട, 400 ചേസ് ചെയ്തിട്ട് ഇന്ത്യ ജയിച്ചാലും ഇന്ന് അത്ഭുതപ്പെട്ട അരുൺ. മണിക്കൂറുകൾ മാത്രമാണ് ഡ്രീം ഫൈനലിലേക്ക് ഉള്ളത്. സുദേശ്, ഇവിടെ ഈ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങളൊപ്പം എന്തൊക്കെയാണ് പ്ലസ് മൈനസ് പോസിറ്റീവ് ഘടകങ്ങൾ എന്നൊക്കെ നിലവിൽ പറഞ്ഞാണല്ലോ. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ പാക് ടീമിനെ കുറിച്ച് വിശേഷിച്ച് പറയുക എന്നുള്ളത് കൂടിയാണ്. കാരണം മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്തത് എന്ന് പറയാനാവില്ല എങ്കിൽ പോലും അങ്ങേയറ്റം മാനസിക സമ്മർദ്ദത്തോടു കൂടി പ്രതിസന്ധികളെ അതിജീവിച്ചാണല്ലോ നിലവിൽ ഈ പാക് ടീം ഇവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ അമീർ സുഹൈലിൻ്റെ തന്നെ പരാമർശമാണ്, ബെറ്റിങ്ങിലൂടെയാണ് വാതുവെപ്പിലൂടെയൊക്കെയാണ് ഫൈനലിൽ എത്തിയത് എന്നുള്ള വൃത്തിയോട്ട പരാമർശം നിൽക്കുന്നു. മറ്റൊന്ന് പറഞ്ഞ പോലെ IPL അടക്കമുള്ള സാഹചര്യങ്ങൾ അവർക്ക് കളിച്ച് പരിചയമില്ല, അന്താരാഷ്ട്ര മത്സരങ്ങളിലെ പരിചയം, ആഭ്യന്തര സാഹചര്യം ഇത്രത്തോളം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പാക് ടീം എത്തി നിൽക്കുന്നത്. അങ്ങനെ വരുന്ന ഈ ടീമിന് ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ സെറ്റായ ടീം എന്ന് തന്നെയാണ് പറയുന്നത്. എത്ര മാർക്കാണ് കൊടുക്കാനാവുക? കാരണം ഈ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അരുൺ, ഇവിടെ ഏറ്റവും നിർണായകം പറയേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ പറഞ്ഞു. ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല, എത്രയോ കാലമായി പാക് ക്രിക്കറ്റ് ടീം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പോലും ധരിക്കുന്ന രീതിയിലേക്ക് അവർ ആ രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്തിനും എളുപ്പം വിധേയരാവുന്ന കളിക്കാരാണ്. ഇപ്പോൾ പറഞ്ഞു, ദേവദാസ് പറഞ്ഞ പോലെ ഫക്കർ സമാനോ അല്ലെങ്കിൽ റൈസോ നാളെ ടീമിൽ കാണില്ല, അല്ലെങ്കിൽ അടുത്ത മത്സരത്തിനുണ്ടാകില്ല. അതുകൊണ്ട് എന്നും അവരൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിൻ്റെ എല്ലാ ദോഷങ്ങൾക്കും പെട്ടെന്ന് അടിപ്പെടുന്ന താരങ്ങൾ കൂടിയായി അവർ മാറിയിരിക്കുന്നു എന്ന് പറയണം. ഇപ്പോൾ അമീർ സുഹൈൽ പറഞ്ഞു ബെറ്റിംഗ് ആണോ എന്ന്. ആണ്, നമുക്ക് ക്രിക്കറ്റിനോടുള്ള അല്ലെങ്കിൽ കളിയോടുള്ള ഒരു സ്പിരിറ്റിൽ നമുക്കതിനെ നിഷേധിക്കാം, കടുത്ത ഭാഷയിൽ നിഷേധിക്കാം. പക്ഷേ ആ ഒരു വാക്ക് പറയുമ്പോൾ അത് എവിടേക്കോ കൊള്ളുമെന്ന് അമീർ സുഹൈലിന് പോലും അറിയാം. അതുകൊണ്ടാണ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തെ പോലെ ഒരു താരം തയ്യാറാവുന്നത്. പാക് ക്രിക്കറ്റ് താരങ്ങൾ എന്നും ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ആമീർ ഒരു പന്ത് എറിയുന്നതിന് പോലും കാശ് കിട്ടാൻ വേണ്ടി, അപ്പോൾ ആ കാശ് കിട്ടിയാൽ എന്താണെന്ന് വെച്ചാൽ ഇവന് പിന്നെ വേറെ മത്സരങ്ങളിലോ IPL പോയിട്ട് ഒരു കാശുമില്ല. ഈ ഒരു മത്സരത്തിൽ തൻ്റെ ബെറ്റിങ്ങിനോ അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തു നിന്ന് കാശ് മേടിച്ച് പന്ത് എറിയുകയോ ബാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്താൽ അവന് വലിയ കാശ് കിട്ടുമ്പോൾ അത് ആശ്വാസം എന്ന രീതിയിലേക്ക് മാറുന്നു. പാക് ക്രിക്കറ്റിന് ചുറ്റിപ്പറ്റി എന്നും ഇത്ര ദൂഷിത വലയങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് അവർ എളുപ്പം വഴങ്ങിയിരുന്നു. അതുതന്നെയാണ് ഇന്നും പാക് ക്രിക്കറ്റിൻ്റെ ദോഷം. ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് പാക് ക്രിക്കറ്റിന് അതിൽ നിന്നും മോചിതരാവാത്തടത്തോളം കാലം പാക് ക്രിക്കറ്റ് ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകും. ഇന്ന് ഫൈനലിൽ കണ്ട പാക് ടീമിനെ നാളെ നമ്മൾ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് യോഗ്യത പോലും നേടാത്ത രീതിയിൽ പോലും കണ്ടേക്കാം, അല്ലെങ്കിൽ ലോകകപ്പിലും മറ്റും തകർന്നടയുന്ന ക്രിക്കറ്റ് ലോകകപ്പിൽ തകർന്നടിയുന്ന രീതിയിൽ കണ്ടേക്കാം. അതുകൊണ്ട് എന്നും അപ്രവചനീയത എന്ന് പറയുന്നത് ആ ടീമിൻ്റെയോ കളിക്കാരുടെയോ ദോഷം കൊണ്ടല്ല, ആ ടീമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തരം ദൂഷിതമായൊരു പ്രഭാവം കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ അതിനെ കുടഞ്ഞെറിയാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് അത് പാക് ക്രിക്കറ്റ് ഭരണം നമുക്കറിയാം. ഇന്ത്യൻ ക്രിക്കറ്റ് നമ്മൾ എന്തെല്ലാം കുറ്റങ്ങളും മറ്റും ആരോപിച്ചാലും ഒരു വലിയ വലിയ ഒരു ആളുകളുടെ മുന്നിൽ വലിയ കള്ളങ്ങളൊന്നും കാണിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക്, അല്ലെങ്കിൽ അതിനെതിരായ മാധ്യമങ്ങളും മറ്റും ശബ്ദമുയർത്തും. പാകിസ്ഥാൻ അത്തരം ഒരു സാധ്യത പോലുമില്ല. അവരുടെ ആ ഒരു ദൂഷിപ്പ് കുടഞ്ഞെറിയാത്തിടത്തോളം കാലം പാക് ക്രിക്കറ്റ് ടീം ഇങ്ങനെയെല്ലാം തുടരും. പക്ഷേ ഇത്തരം വിജയങ്ങൾ, ഇന്നത്തെ മത്സരങ്ങളിലും മറ്റും പോലുമുള്ള വിജയങ്ങളാണ് ആ ടീമിനെ നല്ലൊരു നിലയിലേക്ക് ഉയർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ആ രാജ്യത്തെ ക്രിക്കറ്റിന് ഗുണകരമാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദേവദാസ് പറഞ്ഞതുപോലെ അത് ലോക ക്രിക്കറ്റിന് തന്നെ ഗുണമുള്ള ഒരു കാര്യമാണ്. ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ജയം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റായി കാണാൻ സാധിക്കില്ല. അത് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരാളുടെ വാക്കുകളാണ്. അത് തന്നെയാണ് നമുക്കിവിടെ ആവശ്യം. ശ്രീകുമാരൻ നായർ, ഒരു പ്രഡിക്ഷൻ നടത്താനാവോ? എങ്ങനെയാവും ടോട്ടൽ റിസൾട്ട് എന്ന്? തീർച്ചയായും ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞാനും പറയാം. ഒന്നാമത്, ഒരു വലിയ മത്സരത്തിൻ്റെ ഫൈനൽ പാകിസ്ഥാൻ ജയിച്ചിട്ട് കാലം കുറയായി. അത് അവരെ പിന്തുടരും ഇന്നും. മറുഭാഗത്ത് ആദ്യ വിക്കറ്റുകളിൽ അടിച്ചു കൂട്ടുന്ന റൺസിൻ്റെ ഒരു കാര്യം പോലിരിക്കും ഇന്ത്യൻ വിജയം. നല്ല ഫോമിൽ കളിക്കുന്ന 3 ബാറ്റ്സ്മാൻമാരാണ് ആദ്യ
3-ൽ ഇന്ത്യക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ ആശ്വാസമാണ്. അങ്ങനെ ഒരു വലിയ ഫൈനൽ കളിച്ച് വിജയിച്ച് ചാമ്പ്യന്മാരായി തന്നെ ഈ ഫൈനൽ കളിക്കുകയും ചെയ്യുന്ന ഒരു ടീം എന്ന നിലയിൽ വിജയം ഒരു 70-30 ഇന്ത്യക്ക് അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അരുൺ, വളരെ നന്ദി പ്രതികരിച്ചതിന് ദേവദാസ്, സുധേഷ്, ഒപ്പം ശ്രീകുമാരൻ നായർ ടെലിഫോൺ ലൈനിലൊപ്പം രംഗനാഥനും. എന്തായാലും ക്രിക്കറ്റ് ലോകം ഇന്ന് ഓവൽ ഷേപ്പിലേക്ക് ചുരുങ്ങും. അവിടെ 2 സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പോരാട്ടം എന്നതിനെ പറയാനാകുമോ എന്നറിയില്ല. ആര് ജയിച്ചാലും അത് വലിയ വിജയമാണ് ക്രിക്കറ്റിന്, സ്പോർട്സ്.